നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നന്മയുടെ കടലാസ് കൊണ്ട് ജീവിതം എഴുതിയ വ്യക്തിയാണ് MI പൗലോസ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. LDF ചാലക്കുടി മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ വാഹനജാഥ തിങ്കൾ മുതൽ വെള്ളി വരെ നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. മുന്തിയ വക്കീലാകാൻ വേണ്ടി ചെപ്പടി വിദ്യകൾ കാണിക്കാതെ നല്ല രീതിയിൽ വക്കീൽ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു PS ശ്രീധരൻപിള്ള എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശ്രീധരൻപിള്ള ചേട്ടൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ഒരു വശത്ത്, പക്ഷെ ഒരു വലിയ സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്ന് വീണ്ടും 1,15,000 മുകളിലെത്തി. കേരളത്തിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗം ഉറപ്പാക്കുന്ന 7 പദ്ധതികൾക്ക് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ ആവശ്യമായ സർവേക്ക് അനുമതി. വാർത്തകൾ വിശദമായി. നന്മയുടെ കടലാസ് കൊണ്ട് ജീവിതം എഴുതിയ വ്യക്തിയാണ് MI പൗലോസ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MV വിജയരാഘവൻ. സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MI പൗലോസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. വിജയരാഘവൻ. നമ്മുടെ രാജ്യം ദരിദ്രമായി കൊണ്ടിരിക്കുകയാണെന്നും മുതലാളിത്തത്തിന്റെ അടിമകളായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരഭവൻ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ VD തോമസ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, BD ദേവസി, VS പ്രിൻസ്, PP സുനീർ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, നഗരസഭാ അംഗം ജിൽ ആന്റണി, ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ CC ബാബു, സംഘാടക സമിതി സെക്രട്ടറി KR അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പുറത്തുകൂടി സഞ്ചരിച്ച ഒരു പോരാളിയായ സംഘടനയായിരുന്നു. നമ്മൾ ജീവിതത്തിൽ മുതലെടുത്ത സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വലിയ ധനാസക്തിയായിരിക്കും. വലിയ വലിയ വരുമാനങ്ങൾ കണ്ടെത്താനുള്ള താല്പര്യം നമുക്കുണ്ടാവും. വലിയ ജീവിതാവസ്ഥകളിലേക്ക് സ്വയം പുരോഗമിച്ചാൽ പോരാ, ഞാനും എൻ്റെ കുടുംബവും ആ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയും അങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ജീവിത വീക്ഷണത്തെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. LDF ചാലക്കുടി മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ വാഹനജാഥ തിങ്കൾ മുതൽ വെള്ളി വരെ നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരുന്ന കേരളം തളരുന്ന ചാലക്കുടി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥ തിങ്കളാഴ്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. KS അശോകൻ ജാഥ ക്യാപ്റ്റനും CV ജോഫി വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയുടെ മാനേജർ ജോർജ് V ഐനിക്കലും കോർഡിനേറ്റർ അഡ്വക്കേറ്റ് PI മാത്യുവുമാണ്. ചാലക്കുടിയുടെ മുൻ MLA BD ദേവസി കൊണ്ടുവന്ന വികസന പദ്ധതികൾ പോലും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നതിനോ ചാലക്കുടിക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനോ ശ്രമിക്കാതെ അധികാരത്തെ അലങ്കാരമാക്കി ആസ്വദിക്കുകയാണ് ചാലക്കുടി MLA സനീഷ് കുമാർ എന്ന് നേതാക്കൾ ആരോപിച്ചു. കലാഭവൻ മണി സ്മാരകം, ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം, പനമ്പള്ളി പ്ലാനിറ്റോറിയം, ചാലക്കുടി മാർക്കറ്റ് നവീകരണം, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ചുപോയ ഒട്ടേറെ പദ്ധതികളാണ് ശാപമോക്ഷം കാത്ത് ചാലക്കുടിയിൽ കഴിയുന്നത്. ഇത്തരം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇടതുപക്ഷം മുന്നണി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. സംസ്ഥാനം വികസന കുതിപ്പും ചാലക്കുടി വികസന മുരടിപ്പിലാണെന്നത് ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KS അശോകൻ, പോളി ഡേവിസ്, ജോർജ് V ഐനിക്കൽ,
CP സജീവ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മളിവിടെ വിളിച്ചേർന്നിട്ടുള്ളത്. LDFന്റെ ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 16 മുതൽ 18 വരെ മണ്ഡലത്തിലാകെ ഒരു വികസന സന്ദേശ യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ യാത്ര 3 ദിവസങ്ങളിലായി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും പര്യടനം നടത്തും. 32 സ്വീകരണ കേന്ദ്രങ്ങളിൽ ഈ ജാഥ എത്തിച്ചേരുകയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും LDFന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുകയും ചെയ്യും. ജാഥ 16-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് കാടൂറ്റിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ സംസ്ഥാന സമിതി അംഗം മറീസേട്ടനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ സ്വീകരണ സമ്മേളനത്തിലും ഉദ്ഘാടന പൊതുയോഗത്തിലും എത്തിച്ചേരും. ജാഥയെ നയിക്കുന്നത് ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വെട്ടുകടവ് പാലത്തിന് സമീപത്തെ പുഴയോരം സ്ട്രീറ്റിൽ ചിറയത്ത് മുണ്ടൻമാണി ആഗസ്തിയുടെ ഭാര്യ 75 വയസ്സുള്ള മോളി, പരിയാരൻ കുറ്റിക്കാട് മണിയാടൻ വീട്ടിൽ കുട്ടപ്പന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 9:30-ക്കായിരുന്നു കുരങ്ങിന്റെ ആദ്യത്തെ ആക്രമണം. വീട്ടുപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മോളിയുടെ പിൻഭാഗത്ത് ചാടിക്കയറിയ കുരങ്ങ് മുതുകിൽ മാരകമായി മാന്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് 11 മണിയോടെയാണ് ഇതേ കുരങ്ങ് 400 മീറ്റർ അകലെയുള്ള തോട്ടാൻ ജോർജിന്റെ വീട്ടുപറമ്പിൽ എത്തിയത്. പറമ്പിൽ ചെയ്തുകൊണ്ടിരുന്ന ഗിരിജയുടെ കാലിലായിരുന്നു കുരങ്ങിന്റെ ആക്രമണം. ഇരുവരെയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി. വിവരമറിഞ്ഞ വനം വകുപ്പിന്റെ ചാലക്കുടി മൊബൈൽ സ്ക്വാഡിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിസരത്ത് പരിശോധന നടത്തി. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിച്ചത് നാട്ടുകാർക്ക് ഭീഷണിയാണെന്ന് വാർഡ് കൗൺസിലർ ജിയോ കിഴക്കൻതല പറഞ്ഞു. സംഭവത്തോടെ വെട്ടുകടവ് പ്രദേശത്തെ നാട്ടുകാർ ഭീതിയിലായി. ചാലക്കുടി വെട്ടുകടവ് 19-ാം വാർഡില് ഇന്ന് കുരങ്ങുകൾ 2 പേരെ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കുരങ്ങുകൾ പല സമയങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ പോകാറുണ്ടെങ്കിലും ആളുകളെ ആക്രമിക്കുന്നത് ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നമ്മുടെ വാർഡിലൊരു മുണ്ടമാണി മോളി ചേച്ചി പറമ്പിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു കുരങ്ങ് വന്ന് പുറകിലൂടെ ആക്രമിച്ച് ആളുടെ പുറകെ വശത്തും കാലുമൊക്കെ മാന്തി ആളുടെ നൈറ്റിയൊക്കെ വലിച്ചു കീറി. ആളെയും കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അറിയണേ, തൊട്ടടുത്ത് നമ്മുടെ തോട്ടാൻ്റെ റെജിച്ചേട്ടൻ്റെ വീട്ടിൽ അവരുടെ സർവൻറ്റ് പറമ്പിൽ പുല്ല് പറിക്കണായിരുന്നു ആ സ്ത്രീയും കുരങ്ങ് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ 2 ആളെയും കുരങ്ങ് ആക്രമിച്ചപ്പോൾ നമുക്ക് തന്നെ ഒരു ഭയം തോന്നി. കാരണം കുരങ്ങുകൾ ഇങ്ങനെ സാധാരണ ആക്രമിക്കാറില്ലേ, വന്ന് ഭക്ഷണത്തിനൊക്കെ തട്ടിപ്പറിക്കുകയും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ പൊട്ടിച്ച് തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ ആക്രമിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ നമുക്കൊരു സംശയം, ഇനി പട്ടിക്കൊക്കെ മൃഗങ്ങൾക്ക് പേയ ഇളക്കുന്ന പോലെ കുരങ്ങിനും പേയ ഇളക്കുന്നുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അവരിപ്പോൾ എത്തിച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അവരിപ്പോൾ ഈ പുഴയുടെ ഭാഗത്തൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈ കുരങ്ങ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കുരങ്ങാണ്, വാലില്ലാത്തൊരു കുരങ്ങാണ് എന്നൊക്കെയാണ് നമ്മൾ ആക്രമിക്കപ്പെട്ടവർ പറഞ്ഞ്. അപ്പം നമ്മൾ കുരങ്ങിനെ തേടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ വാർഡിലെ സന്നദ്ധ പ്രവർത്തകരും പുഴയുടെ തീരത്ത് അന്വേഷണം നടത്താണ്. കഴിയുമെങ്കിൽ പിടിക്കാനും അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ചു കളയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർമാരോട് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അറിയണേ, തൊട്ടടുത്ത് നമ്മുടെ തോട്ടാൻ്റെ റെജി പക്ഷെ പുറത്തു വന്ന് ഇങ്ങനെ വീണപ്പോ ഞാൻ എന്തിട്ടാണോന്ന് ചോദിച്ചു പെട്ടെന്ന്. ആ പക്ഷെ ഞാൻ കുറെ ചാടി അത് വിട്ടുപോയി. കുറെ ചേട്ടൻ പറമ്പിൽ വരാറുണ്ടെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല.
കൊറേ ചാട്ടന്റെ അടി ഞാൻ അപ്പോഴേക്കും അത് വിട്ടുപോയി. അങ്ങനെ ഒരു 10 മണി കഴിഞ്ഞു. 10:09 ഞാൻ കഞ്ഞി കുടിക്കാൻ വന്നത്. കഞ്ഞി കുടിച്ചില്ല, എനിക്ക് വേദന സഹിക്കാൻ പറ്റണ്ടായില്ല. ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോ പിന്നെ മാറി. വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ ചെടികളൊക്കെ നനയ്ക്കായിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു സാധനം പുറത്ത് കിടന്ന് മാന്തരം വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ കുറെ നേരം തട്ടി. അപ്പോഴും ഇത് ശക്തിയായിട്ടിട്ട് മാന്തി അതിന് ഞാൻ എന്റെ മോനെ വിളിച്ചു പറഞ്ഞു, എന്നെ പാവം അത് വിചാരിച്ച് പട്ടിയെന്നാ സാധനം. അവിടുന്ന് ഇഷ്ടം പോലെ കുരങ്ങോളും മതിലുമ്പോ കിടന്ന് നടക്കാറുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കാറില്ല. അവിടെ ഉണ്ട്, ആക്രമിക്കാറില്ല. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ തിന്നാറുണ്ട്. ചിലപ്പോ കപ്പക്കിനെ തിന്നും, ചിലപ്പോ കായ നമ്മുടെ നാളേരം ഉണ്ടെങ്കിൽ തിന്നും. അങ്ങനെയൊക്കെ തിന്നാറുണ്ട്. ഇപ്പൊ നമ്മള് സാറില്ലേ പോട്ടെ, ഞങ്ങൾ തിന്നു പോണേ പോട്ടെ. ഞാൻ ഇതിപ്പോ ഇങ്ങനെ ഓടി വന്നു. ഇപ്പൊ വേറെ സ്ത്രീനെയും പറ്റിണ്ട് തോട്ടന്റെ അവിടുത്തെ. ഇത് കാലത്ത് 9 മണി നേരത്ത്. മുന്തിയ വക്കീലാകാൻ വേണ്ടി ചെപ്പടി വിധികൾ കാണിക്കാതെ നല്ല രീതിയിൽ വക്കീൽ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു PS ശ്രീധരൻപിള്ളി എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിശ്വസാഹിത്യരത്ന പുരസ്കാരം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുമ്പാശ്ശേരി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം. സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള കേരളത്തിന്റെ ആദരവാണ് ഈ വിശ്വസാഹിത്യരത്ന പുരസ്കാരം. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ആദരിച്ചു. ഇത് ശ്രീധരൻപിള്ളച്ചേട്ടൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ഒരു വശത്ത്, പക്ഷെ ഒരു വലിയ വക്കീലെന്നുള്ള കീർത്തി അദ്ദേഹത്തിന് മറ്റ് പല മുന്തിയ വക്കീലന്മാരും ഒരുപക്ഷെ ഒന്ന് പ്രൊജക്റ്റായി വരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളും ഒരു വക്രീകരിച്ച പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലൊന്നും ഇടപെടാത്ത വളരെ നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു വക്കീൽ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മവശമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലൂടെ അദ്ദേഹത്തെ തഴുകി വന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് പവർഫുൾ ഓവർഫ്ലോ അല്ലെങ്കിൽ ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻ എന്ന് പറയുമെങ്കിൽ, വളരെ ശക്തമായ വൈകാരികതയുടെ ഒഴുക്കായി ആണ് അദ്ദേഹത്തിൻ്റെ അനുഭവ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിലുള്ള പരിജ്ഞാനവും കൂടി ചേർത്ത് അതിനെ സാഹിത്യമെന്ന് വിളിക്കാമെങ്കിൽ, ഈ ഒരു വിശ്വ സാഹിത്യ പുരസ്കാരം നെടുമ്പാശ്ശേരി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ നൽകുന്നുവെങ്കിൽ ആഗ്രഹം എൻ്റെ മനസ്സിൽ. കാരണം ഒട്ടും വൈകാണ്ട് BJP കേരളം ഭരിക്കാൻ പോവാണ്. ഇരുവികുളങ്ങര അമ്മയുടെ നടയില് സുഹൃത്തുക്കളിലേക്ക് കിടക്കുമ്പോൾ സുരേഷ് ഗോപി സാറിനെ പോലുള്ള പഞ്ച്വാലിറ്റി, കൃത്യതയും, പിന്നെ ഇവർ രണ്ടുപേരെ ഞാൻ ഈ പരിപാടിക്ക് സെലക്ട് ശക്തിയും എന്തെന്നറിയാൻ നമ്മെ അഭിവാദ്യങ്ങൾ. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ജി ആദരം ഏറ്റുവാങ്ങുന്നതിലേക്കായി ശ്രീ ഉടമയാണ് ജയൻചേട്ടൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടോമി ജോർജ് വരേതിനെ പറമ്പിൽ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ PM സുനിൽകുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്ന് വീണ്ടും 1,15,000-ന് മുകളിലെത്തി. പവന് ഒറ്റയടിക്ക് 1920 രൂപയാണ് വർദ്ധിച്ചത്. 1,15,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 240 രൂപയാണ് വർദ്ധിച്ചത്. 14,460 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച 2 തവണകളായി പവന് 2,400 രൂപ കുറഞ്ഞിരുന്നു. വ്യാഴാഴ്ചയും ഇടിവിന്റെ പാതയിലായിരുന്നു. എന്നാൽ ശനിയാഴ്ച വില തിരിച്ചു കയറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുതിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ് സ്വർണ്ണവില. ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. കേരളത്തിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗം ഉറപ്പാക്കുന്ന 7 പദ്ധതികൾക്ക് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ ആവശ്യമായ സർവേക്ക് അനുമതി.
7 പദ്ധതികളിലുമായി 849 കിലോമീറ്റർ ദൂരത്തിൽ ഇതോടെ പുതിയ റെയിൽ പാതകൾക്ക് സാധ്യത തുടർന്നു. DPR അംഗീകരിച്ചാൽ സംസ്ഥാന സർക്കാർ, നീതി ആയോഗ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മുതലായവയിൽ നിന്ന് മറ്റ് അനുമതികൾ നേടിയെടുക്കണം. പദ്ധതികൾക്കുള്ള അനുമതി തുടർ പ്രക്രിയയായതിനാൽ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ പാതയായ സിൽവർ ലൈനിന്റെ പണിപ്പുരയിലാണെന്ന് കേരളമെന്നും മന്ത്രി അറിയിച്ചു. കേരള റെയിൽ വികസന കോർപ്പറേഷൻ പദ്ധതിയുടെ DPR തയ്യാറാക്കിയെങ്കിലും പുതിയ സാങ്കേതിക നിലവാരമനുസരിച്ച് പരിഷ്കരിച്ചു നൽകാൻ KRDCL-നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധപ്പെടുത്താൻ ബ്രോഡ് ഗേജ് പാത അവലംബിക്കുക, 2 റെയിൽവേ ലൈനുകൾക്കിടയിലെ ഭാഗങ്ങളെ സമാന്തരപ്പെടുത്തൽ, യാർഡുകൾക്കും സെക്ഷനുകൾക്കുമായി മതിയായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കൽ, കവച സംവിധാനത്തിന് വ്യവസ്ഥയുണ്ടാക്കൽ, പാരിസ്ഥിതികമായ സുരക്ഷാ മുൻകരുതലുകൾ, വൈദ്യുതീകരണം മുതലായവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് DPR പരിഷ്കരിക്കണം എന്നാണ് നിർദ്ദേശം. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പാലാട്ടി വാർഷിക പദ്ധതി വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയിൽ 90 ലക്ഷം രൂപയുടെയും സേവന മേഖലയിൽ 4 കോടി 90 ലക്ഷം രൂപയുടെയും പശ്ചാത്തല മേഖലയിൽ 5 കോടി 50 ലക്ഷം രൂപയുടെയും പ്രത്യേക ഘടക പദ്ധതിയിൽ 1 കോടി 15 ലക്ഷം രൂപയുടെയും പട്ടികവർഗ ഉപപദ്ധതിയിൽ 9 ലക്ഷം രൂപയുടെയും പദ്ധതികൾക്കാണ് വികസന സെമിനാർ അംഗീകാരം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ്, ഗ്രേസി റാഫേൽ, ലൗലി ബേബി സെബാസ്റ്റ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിൽസ ജിജോ, TV സുബ്രൻ, വിൻസി തോമസ്, എലിയാസ് K. തരിയൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PL ഡേവിസ്, സെക്രട്ടറി KU സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വീണ്ടും ഗ്രാമസഭ വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് നമ്മൾ ചേർന്നു. വീണ്ടും പഞ്ചായത്ത് കമ്മിറ്റിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും വിവിധങ്ങളായ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണ സമിതി അടക്കം ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഓരോന്നും ചേർന്ന് തന്നെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഏറ്റവും ആദ്യത്തെ വർക്കിംഗ് ഗ്രൂപ്പ് കമ്മിറ്റിയിൽ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണവും നിർദ്ദേശവും തന്നെയാണ് നമ്മുടെ ഇന്ന് ഇവിടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ച ഫണ്ട് ലാപ്സാകാതെ നല്ല പദ്ധതി, ഒരു കാരണവശാലും ഒരു പദ്ധതി ലാപ്സായി പോകാതെ സമയബന്ധിതമായി നല്ല പദ്ധതികൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നല്ല നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ കൈകളിലേക്ക് കരട് പദ്ധതി രേഖയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും അതിൻ്റെ സേവന മേഖലയിലേക്ക് ഉൽപ്പാദന മേഖലയെയും എല്ലാം ഊന്നിക്കൊണ്ട് തന്നെയാണ് ഈ തവണ പദ്ധതികളാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങളുമായി ഗ്രാമസഭയിലേക്ക് പോകുമ്പോൾ ഒരു നിശ്ചിത ആളുകൾക്ക് മാത്രം എന്നുള്ള ഒരു വിമർശനം നമ്മൾ കേൾക്കാറുണ്ട്. എന്നിരുന്നാലും ഇന്ന് ജനറൽ ഭാഗത്തിൽ കൂടി എല്ലാവിധ വ്യക്തിഗത ആനുകൂല്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത 28-നുള്ളിൽ തന്നെ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റികൾ കൂടുമെന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയുടെ ഓരോ ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് അവസാനത്തെ 2 ഘട്ടം മാത്രം ബാക്കി നിൽക്കെ വികസന സെമിനാർ നടത്തുന്നതോടുകൂടി ഇന്ന് ഉച്ച കഴിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പദ്ധതികൾ ഏകോപിപ്പിച്ച് തിങ്കളാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകുന്നതോടുകൂടി 2026-27 വാർഷിക പദ്ധതിയുടെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പിന്നീട് നമ്മൾ ഈ പദ്ധതികളെല്ലാം സോഫ്റ്റ്വെയറിലൂടെ എൻട്രി ചെയ്ത് DPCക്ക് സബ്മിറ്റ് ചെയ്താൽ DPCയുടെ അംഗീകാരം കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് ചട്ടമൊക്കെ നിലനിന്നാൽ പോലും അതിന് മുൻപ് അംഗീകരിച്ച പദ്ധതികൾ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ഏപ്രിൽ 1 മുതൽ പോകാൻ കഴിയും. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് ചട്ടം പൂർത്തീകരിച്ചതിന് ശേഷമേ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഗ്രാമസഭയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എന്തായാലും മെയ് മാസം അവസാനത്തോടുകൂടി പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ചട്ടം മാറിയാൽ അന്ന് തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി എത്രയും വേഗം നമുക്ക് നമ്മുടെ ഗ്രാമസഭകൾ ചേർന്ന് ഗുണഭോക്തൃ അംഗങ്ങളെ തിരഞ്ഞെടുത്താൽ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളിലേക്ക് കടക്കാനും ഏതാണ്ട് ഒക്ടോബറോടുകൂടി ആ ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാനും കഴിയും. കാലങ്ങളായി നമ്മൾ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിലായാലും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള സേവന മേഖലയിലുമൊക്കെയുള്ള പദ്ധതികൾ സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും.
നമ്മൾ ഈ വർഷത്തെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് MSW വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചു. IQAC-യുടെയും കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് തൃശൂർ ചാപ്റ്ററുടെയും സംയുക്ത സഹകരണത്തിൽ പൊതുജനാരോഗ്യ മേഖലയിലെ ഏകീകൃത സമീപനങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ ഡോക്ടർ അനീഷ് KR ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നോയിഡ ന്യൂസ് ഹോം കെയർ ഡയറക്ടർ സിന്ധു നമ്പ്യാത്ത് വിഷയാവതരണം നടത്തി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, KAPS തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ലിംസ് തോമസ്, സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി മിസ് ആൽവിയ മേരി എന്നിവർ സംബന്ധിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് കോംപ്ലക്സ് ടെനൻസ് വെൽഫെയർ അസോസിയേഷന്റെ അംഗമായ വിഘ്നേശ്വർ ലോട്ടറി ഷോപ്പ് ജീവനക്കാരൻ സമീറിനുണ്ടായ റോഡപകടത്തെ തുടർന്ന് സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് അസോസിയേഷൻ വകയായി ചികിത്സാ സഹായ ഫണ്ട് കൈമാറി. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN അഖിലേഷൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഷഫീഖിന് കൈമാറി. ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി സന്തോഷ് കുര്യൻ, ജയ ജൂലിയസ്, റെജീന ഉദയകുമാർ, അഡ്വക്കേറ്റ് ജോർജ്, VK രാധാകൃഷ്ണൻ, KK കണ്ണൻ, നീലിമ, മിൻഹാജ് MK, മനോജ് വർഗീസ്, ശോഭന എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നന്മയുടെ കടലാസ് കൊണ്ട് ജീവിതമെഴുതിയ വ്യക്തിയാണ് MI പൗലോസ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. LDF ചാലക്കുടി മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ വാഹനജാഥ തിങ്കൾ മുതൽ വെള്ളി വരെ നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. മുന്തിയ വക്കീലാകാൻ വേണ്ടി ചെപ്പടി വിദ്യകൾ കാണിക്കാതെ നല്ല രീതിയിൽ വക്കീൽ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു PS ശ്രീധരൻപിള്ള എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശ്രീധരൻപിള്ള ചേട്ടൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ഒരു വശത്ത്, പക്ഷെ ഒരു വലിയ സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്ന് വീണ്ടും 1,15,000 മുകളിലെത്തി. കേരളത്തിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗം ഉറപ്പാക്കുന്ന 7 പദ്ധതികൾക്ക് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ ആവശ്യമായ സർവേക്ക് അനുമതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.